മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം അനിവാര്യമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കണം. വെള്ളം ശേഖരിക്കാനായി തമിഴ്നാട്ടിൽ ചെറിയ ഡാമുകൾ നിർമ്മിക്കണമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. സമീർ സി മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ സമീർ, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ? സമീർ, ഉന്മേഷ്, 129 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആശങ്ക പൊതുജനങ്ങൾക്കുണ്ട്. ആ ആശങ്കയ്ക്കിടെ വിവിധ തലങ്ങളിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പോൾ വന്നിരിക്കുന്നത്. മെട്രോമാൻ ഇ ശ്രീധരൻ പറയുന്നു, മുല്ലപ്പെരിയാറിൽ മറ്റൊരു പുതിയ അണക്കെട്ടിന്റെ ആവശ്യമില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഉള്ള അണക്കെട്ട് ബലപ്പെടുത്തിയാൽ മതി. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാനമായ ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. മുല്ലപ്പെരിയാർ റിസർവോയറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തുരങ്കം നിർമ്മിക്കുകയും 4 കിലോമീറ്റർ ദൂരത്തിൽ ടണൽ നിർമ്മിക്കാൻ കഴിയും. ഇങ്ങനെ ടണലിലൂടെ വെള്ളം കൊണ്ടുപോവുകയും അത് തമിഴ്നാട്ടിൽ സൂക്ഷിക്കാൻ കഴിയും. അത്തരത്തിൽ ചെറിയ അണക്കെട്ടുകൾ തമിഴ്നാട്ടിലാണ് നിർമ്മിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും നിലവിലെ ഈ സാഹചര്യത്തിൽ വളരെ കാലം ഈ അണക്കെട്ടിന് സുരക്ഷിതമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഏകദേശം ഒരു 50 വർഷമെങ്കിലും അതിന് ഒരു വിധത്തിലുമുള്ള സുരക്ഷാ ഭീഷണിയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, നിലവിൽ 142 അടിയാണ് അതിന്റെ പരമാവധി ജലനിരപ്പ്. അത്തരത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുള്ളത്. എന്നാൽ അത് 100 അടിയിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരണം. അത്തരത്തിലാണെങ്കിലും അതിന്റെ ലൈഫ് ടൈം കൂടുതൽ നിർദ്ദേശം കൂടി ഈ ശ്രീധരൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട്.